ഇൻട്രൊഡക്ഷൻ. ദ ക്യൂർ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ബാൻഡാണ്. അത് ഇംഗ്ലണ്ടിൽ 1978 ഒഫീഷ്യലി ഫോം ചെയ്തത്. ആൻഡ് റോബർട്ട് സ്മിത്ത് ഒരു കോ ഫൗണ്ടറാണ് ഈ ഒരു ബാൻഡിൻ്റെ. ആൻഡ് റോബർട്ട് സ്മിത്ത് മാത്രമാണ് ഒരു കോൺസ്റ്റൻറ്റ് മെമ്പർ ഓഫ് ദ ബാൻഡ്. അതായത് തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ അതിൽ പോവാതെ നിൽക്കുന്ന ഒരേ ഒരു മെമ്പർ റോബർട്ട് സ്മിത്താണ്. ഈ ഒരു നമ്മൾ പഠിക്കുന്ന ഈ ഒരു സിലബസിലെ ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് റോബർട്ട് സ്മിത്ത് BBC കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് 13 നവംബർ 1984 കേട്ടോ. സോ ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നത് റിച്ചാർഡ് സ്കിന്നർ, അദ്ദേഹമാണ് റോബർട്ട് സ്മിത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം ഇതിൽ പറയുന്നത് തൻ്റെ കരിയർ ഡിസിഷനെ കുറിച്ചും അതേപോലെ തന്നെ തൻ്റെ ബാൻഡായിട്ടുള്ള ദ ക്യൂറിനെ പറ്റിയുമാണ് ഈ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് റോബർട്ട് സ്മിത്ത്? ഹീ ഈസ് എൻ ഇംഗ്ലീഷ് മ്യൂസിഷ്യൻ, സിംഗർ, സോങ് റൈറ്റർ, പിന്നെ കോ ഫൗണ്ടറാണ് ക്യൂറിൻ്റെ, ഗിറ്റാറിസ്റ്റും സോങ് റൈറ്റർ, ലീഡ് സോങ് റൈറ്ററും കൂടിയാണ് റോബർട്ട് സ്മിത്ത്. ഇൻ്റർവ്യൂയുടെ ബ്രീഫായിട്ടുള്ള സമ്മറി ഒന്ന് നോക്കാം. റോബർട്ട് സ്മിത്ത് ആദ്യം തന്നെ പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷാണ്, അതായത് ഇംഗ്ലണ്ടിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം കൂടുതലും തന്നെ തിരിച്ചറിയുന്നത് യൂറോപ്യൻ ഓഡിയൻസുമായിട്ടാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ്. ആൻഡ് മോർ സക്സസ് ഓവർ ദെയർ, അവിടെയാണ് കൂടുതലും സക്സസ് ആൾക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് പിന്നീട് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് സൂസി ആൻഡ് ദ ബാൻഷീസ് എന്നുള്ളൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ആ മ്യൂസിക് ബാൻഡിൽ നിന്ന് അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണ് പുറത്ത് വന്നത് എന്നുള്ളൊരു റീസൺ അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഓവർ ദ ഡിസഗ്രീമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സൗണ്ട്, അതായത് പ്രൊഡക്ഷൻ ആൻഡ് സൗണ്ട് സംബന്ധമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് അദ്ദേഹം ആ ഒരു ബാൻഡിൽ നിന്ന് പുറത്തു പോകുന്നത്. ആൻഡ് ഹി ഡിഡ്ന്റ് ഹാവ് ദ സ്റ്റാമിന ടു ആർഗ്യൂ, അവരായിട്ട് ആർഗ്യൂ ചെയ്യാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ ബാൻഡിൽ നിന്ന് പുറത്തു പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല ഭയങ്കര ഹെവി വർക്ക് ലോഡും അദ്ദേഹത്തിന് ആ ബാൻഡിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു. സോ സമയപരിമിതി മൂലം തൻ്റെ ബാൻഡായിട്ടുള്ള ദ ക്യൂർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ബാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. ആൻഡ് അന്നത്തെ കാലത്ത് മെനി മ്യൂസിക് പ്രസ് മേഡ് ദ അസംപ്ഷൻ ദാറ്റ് ഹി ലെഫ്റ്റ് ബിക്കോസ് ഹി ഡിഡ്ന്റ് ലൈക്ക് ദ ലാസ്റ്റ് ആൽബം. അവർ ഒരുമിച്ച് നിർമ്മിച്ച, അതായത് സൂസി ആൻഡ് ബാൻഷി എന്നുള്ളൊരു ബാൻഡിൻ്റെ ഒപ്പം ഒരുമിച്ച് നിർമ്മിച്ച ഒരു ആൽബം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ ബാൻഡിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ് അന്നത്തെ പല മ്യൂസിക് പ്രസ്സും തെറ്റായിട്ടുള്ള ന്യൂസ് പറഞ്ഞുണ്ടാക്കിയത്. പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ ഒരു പ്രോജക്റ്റ് ദ ഗ്ലവ് എന്നുള്ളൊരു പ്രോജക്റ്റിനെ പറ്റിയാണ്. 1983 റിലീസായ ഒരു പ്രോജക്റ്റ് സൈക്കഡലിക് പ്രോജക്റ്റ് ആയിരുന്നു. സൈക്കഡലിക് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ബോധാവസ്ഥയെ വികസിപ്പിക്കുന്നതിനെയാണ് സൈക്കഡലിക് എന്നൊക്കെ പറയുന്നത്. സോ അദ്ദേഹം ഇത് ചെയ്തത് സ്റ്റീവൻ സെവറിനുമായിട്ടാണ്. സ്റ്റീവൻ സെവറിൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബാൻഡായിട്ടുള്ള സൂസി ആൻഡ് ബാൻഷിയിലെ ഒരു മെമ്പറായിരുന്നു. ആൻഡ് അവർ രണ്ടുപേരും വളരെ ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഒരു സമയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്, ദ ഗ്ലവ് എന്നുള്ളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ആൻഡ് റോബർട്ട് സ്മിത്ത് പറയുന്നത് ഹി ഡിഡ്ന്റ് ഡു ഇറ്റ് ഫോർ മില്യൺസ് ഓഫ് മണി, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു ആൽബം അല്ല അത്, മറിച്ച് ഇറ്റ് ഈസ് എ സെൽഫിഷ് ആർട്ട് എക്സ്പെരിമെൻറ്റ്, അതായത് വളരെ സ്വാർത്ഥമായിട്ടുള്ളൊരു ആർട്ട് എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ ഹിറ്റ് സോങ് ആയിട്ടുള്ള ലവ് കാറ്റ്സിനെ പറ്റിയാണ്. ആൻഡ് ഇത് വളരെ ജോക്കായിട്ട് വളരെ ലാഘവത്തോടെ ഉണ്ടാക്കിയ ഒരു ആൽബം ആണെങ്കിലും അത് ഓഡിയൻസിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ആൽബമാണ്. ആൻഡ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒരു സീക്വൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് രണ്ടാം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കി ആ ഒരു ഫസ്റ്റ് പാർട്ടിനെ നശിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഹി വാണ്ടഡ് ടു റിമെയിൻ ആസ് എ വൺ ഓഫ് എ കൈൻഡ്, അത് അതുപോലെ തന്നെ നിലനിർത്താനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ആൻഡ് ഒരിക്കലും സക്സസിൻ്റെ പ്രഷർ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും സക്സസിൻ്റെ പ്രഷറിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സക്സസ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരുപാട് നാൾ നിൽക്കില്ല എന്നും കൂടെ അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് 1984 അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ലൈവ് ആൽബത്തിനെ പറ്റിയാണ്. ആ ലൈവ് ആൽബത്തിൻ്റെ പേര് കൺസേർട്ട് ദ ക്യൂർ ലൈവ് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് ബൂട്ട്ലെഗ് ഈസ്തെറ്റിക് ആണ്. എന്താണ് ബൂട്ട്ലെഗ് ഈസ്തെറ്റിക്? അത് അന്ന് കാലത്ത് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ലോ ക്വാളിറ്റി സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ്. അത് അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു റോ റെക്കോർഡിംഗ് ആണ്. സോ ഇതിന് ഓഡിയൻസിൻ്റെ ഇടയിൽ വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഹെവി പ്രൈസിൽ അവർ അത് ഉപയോഗിച്ചിരുന്നു. സോ അദ്ദേഹം ഇത് സാധാരണ ആളുകൾക്കത് ചീപ്പാക്കി കാണാനായിട്ട് അദ്ദേഹം ഇതേപോലെ ഒരു ബൂട്ട്ലെഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈവ് ആൽബം ചെയ്യുകയാണ്. സോ ഈ ബൂട്ട്ലെഗിൻ്റെ ഒരു അവസ്ഥ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയും റഫ് മ്യൂസിക് മിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അതേ ഒരു എക്സ്പീരിയൻസ്, ബൂട്ട്ലെഗിൻ്റെ അതേ എക്സ്പീരിയൻസ് കാണികൾക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹം ഈ ഒരു ലൈവ് ആൽബത്തിൽ കൂടെ ശ്രമിച്ചു. ആൻഡ് പിന്നീട് അദ്ദേഹം പറയുന്നത് തൻ്റെ കണ്ടംപററി മ്യൂസിക്, അതായത് സമകാലീനമായിട്ടുള്ള ഈ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ഇസ് ഗെറ്റിംഗ് ക്ലോസ്, അതായത് അദ്ദേഹം അത് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നാണ് അദ്ദേഹം
അദ്ദേഹം പറയുന്നത്. സോ അതിന് ചോദ്യം കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ബിക്കോസ് ഹി ഈസ് ഗെറ്റിംഗ് ഓൾഡ്. അന്ന് വെറും 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന റോബർട്ട് സ്മിത്ത് പറഞ്ഞത് താൻ പ്രായമായി എന്നാണ്. ഈ പ്രായമായി എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, മറിച്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അല്ലാതെ കുറേ അധികം വർഷം പാടിയിട്ട് ആളുകൾ പതിയെ പതിയെ മറന്നു പോകുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ ഓൺ ടേംസിൽ തന്നെ ഈ കരിയർ അവസാനിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് റീസൺ ഡസ് സ്മിത്ത് ഗീവ് ഫോർ ദ ബാൻഡ് സക്സസ്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സക്സസ് ആയിട്ട് അദ്ദേഹം പറയുന്നത് യൂറോപ്യൻ ഓഡിയൻസ് ആണ് അദ്ദേഹം റീസൺ ആയിട്ട് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്മിത്ത് വോണ്ട് ലൈവ് ആൽബംസ് ടു ബി? തൻ്റെ ലൈവ് ആൽബംസ് എങ്ങനെയായിരിക്കണം എന്നാണ് സ്മിത്ത് പറഞ്ഞത്. അദ്ദേഹത്തിന് ലൈവ് ആൽബംസ് റഫ് ആയിരിക്കണം ആൻഡ് ഷുഡ് നോട്ട് ബി ലൈക്ക് എഡിറ്റഡ് സ്റ്റുഡിയോ റെക്കോർഡിംഗ്. എഡിറ്റ് ചെയ്ത് വളരെ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡിംഗ് അല്ല, മറിച്ച് വളരെ റഫ് ആൻഡ് റോ ആയിട്ടുള്ള ഒരു ലൈവ് ആൽബമാണ് അദ്ദേഹം പ്രിഫർ ചെയ്തത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ആൽബം ഇസ് റെഫേർഡ് ആസ് എ കമേഴ്ഷ്യൽ സൂസൈഡ് ബൈ സ്മിത്ത്? ദ ലവ് കാറ്റ്സ് എന്നുള്ളൊരു ഹിറ്റ് ആൽബത്തിനെ പറ്റിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. Next question, how long had he been playing in a group when the interview was shot? ഈ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ എത്ര വർഷമായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 9 വർഷമായിട്ട് അദ്ദേഹം ഒരു സെയിം ഗ്രൂപ്പിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഹി സേ ദാറ്റ് ഹിസ് ടൈം ഇസ് ഗെറ്റിംഗ് ക്ലോസ്? ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹി സേസ് ദാറ്റ് ഹിസ് ടൈം ഇൻ കണ്ടംപററി മ്യൂസിക് ഇസ് ഗെറ്റിംഗ് ക്ലോസ് ബിക്കോസ് ഹി ഈസ് ഗെറ്റിംഗ് ഓൾഡ് അറ്റ് 25 years of age. ഹി wanted to put a full stop to music rather than being forced upon to do so. മറ്റുള്ളവർ ഫോഴ്സ് ചെയ്ത് തൻ്റെ മ്യൂസിക് നിൽക്കുന്നതിനേക്കാളും തൻ്റെ ഓൺ ടേംസിൽ മ്യൂസിക് നിർത്തുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് അദ്ദേഹം ആൻസറായിട്ട് പറഞ്ഞത്.